നിങ്ങൾക്കൊരു സംശയം, ഫ്രണ്ട്ഷിപ്പ് മാറിയിട്ട് പ്രണയമായിട്ട് ചേഞ്ച് ആകുന്നുണ്ടോ? പക്ഷെ ഡയറക്റ്റ് ഇട്ട് ചോദിക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിനോട് ചോദിക്കാതെ നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ഒരു പേനയും പേപ്പറും എടുക്കുക. ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, ആ വ്യക്തി നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഇമോഷണൽ ആയിട്ടാണോ എക്സ്പ്രസ് ചെയ്യാറുള്ളത്? ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം അതേപോലെ കാണിക്കും, സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷം, അസൂയ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അസൂയ. അതൊക്കെ വളരെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ 0, വല്ലപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക. മിക്കപ്പോഴും അങ്ങനെ തോന്നാറുണ്ടെന്നുണ്ടെങ്കിൽ 2 കൊടുക്കുക. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളതെന്നുണ്ടെങ്കിൽ 3 മാർക്ക് കൊടുക്കുക. ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കാറുണ്ടോ? പേഴ്സണൽ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയെ പറ്റിയാകാം, നിങ്ങളുടെ ആരോഗ്യാവസ്ഥയോ മാനസികാവസ്ഥയോ അങ്ങനെ എന്തോ ആകാം. സ്കോറിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല, നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫർട്ട് എടുത്ത് നിൽക്കാറുണ്ടോ? അയാളുടെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇൻസെക്യൂരിറ്റീസോ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? നിങ്ങൾ പറഞ്ഞ വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് വെച്ചിട്ട് പിന്നീട് അതിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ടോ? നിങ്ങളെ വളരെ പുകഴ്ത്തി സംസാരിക്കാറുണ്ടോ? മുൻപുള്ളതിനെക്കാട്ടി കൂടുതൽ നിങ്ങളുടെ ഹാപ്പിനെസിനും നിങ്ങളുടെ കംഫർട്ടിനും ഒക്കെ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? അയാളുടെ പല തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ സമ്മതം ചോദിക്കാറുണ്ടോ? നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ മുൻപത്തെക്കാട്ടില് അയാളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ അല്പം സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? വളരെ കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കോ